അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന മിഡ് വീക്ക് സസ്പെൻഷൻ ഇന്ന് നടന്നിരിക്കുകയാണ്. അതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാളാണ് അതിലൊരാൾ. 2 പേരിൽ ഒരാൾ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്ന ഒരാളാണ്. അത് മാത്രമല്ല ലീഡ് ചെയ്തിരുന്ന ഒരാളാണ്. പോയിന്റ്സിൽ ലീഡ് ചെയ്ത ഒരാളാണ് ഇന്ന് എവിക്റ്റായി പോയത്. എന്താണ് നടന്നത്? അത് മാത്രമല്ല ഇന്ന് ജിസേൽ അനുമോളിനെ ഒരു വാക്ക് തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കളിയിറങ്ങി ടാസ്കിൽ നടന്ന ഒരു വൻ അടിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ കണ്ടതാണ്. ഒന്ന് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മോർണിംഗ് ഡാൻസിന് ശേഷം നേരെ അനുമോളുടെ അടുത്താണ് പോകുന്നത്. അനുമോളും ബാക്കി പെൺപട എല്ലാവരും കൂടെ ജിസേലിനെ പറ്റിയിട്ട് തന്നെയാണ് ടോക്ക്. ഇന്ന് റിവ്യൂവിൽ അവിടെ ഇവിടെ പുട്ടിന് പീര പോലെ മിക്കതും ജിസേലിനെ പറ്റിയിട്ടുള്ള ആ ഒരു ടോക്കാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഫുള്ളും കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു ടോക്ക് അവിടെ എൻജോയ് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടാസ്ക് ആണ്. നമ്മുടെ സ്റ്റാറിംഗ് ബാൻഡില്ലേ, ആ സ്റ്റാറിംഗ് ബാൻഡിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് നടക്കുന്നത്. അങ്ങനെ എല്ലാവരും ടാസ്കിൽ ഇൻവോൾവ് ആവുകയാണ്. അങ്ങനെ ആ ടാസ്ക് ഒരു ലക്കിലൂടെ നമ്മുടെ ജിസേലിന്റെ കയ്യിൽ കിട്ടുകയാണ്. അതായത് ഒരു ഗാർഡൻ ഏരിയയിൽ ഒരു വട്ടത്തിൽ ഈ 3 സ്റ്റാർ ബാൻഡ് വച്ചിരിക്കും. അത് ആരാദ്യം എടുക്കുന്നോ, ആ 3 എണ്ണം ആരൊക്കെ എടുക്കുന്നോ അവർക്കായിരിക്കും ആ ബാൻഡ് കിട്ടുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഒറ്റ ഓട്ടത്തിൽ അത് ബാൻഡ് എടുക്കാൻ പോവുകയാണ്. ഈ ബാൻഡ് എടുക്കാൻ പോകുമ്പം പെട്ടെന്നൊരു സ്റ്റാർ ബാൻഡ് പറന്ന് വന്ന് നമ്മുടെ ജിസേലിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ആരോ എറിഞ്ഞു കൊടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ജിസേൽ വീണ് പോയിട്ടും ജിസേലിന്റെ കയ്യിൽ പറന്ന് വന്ന് ഇങ്ങനെ വരികയാണ്. ഇനി ആര്യൻ എറിഞ്ഞു എനിക്ക് പേഴ്സണലി തോന്നുന്നത് ആര്യൻ എറിഞ്ഞു കൊടുത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉള്ളതാണോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞില്ല. എനിക്ക് കണ്ടിട്ട് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആ ഒരു ടാസ്കിൽ നമ്മുടെ ജിസേലിനും ഷാനവാസിനും ആര്യനും ബാൻഡ് കിട്ടുകയാണ്. അപ്പൊ ജിസേൽ അവിടെ കിടന്ന് ഭയങ്കര സന്തോഷത്തിൽ ഹായ് എനിക്ക് എൻ്റെ മേക്കപ്പ് കിട്ടി എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ സന്തോഷം ബിഗ് ബോസ് മുളയിൽ നുള്ളിക്കളഞ്ഞു. എല്ലാവരും ലിവിങ് ഏരിയയിൽ വിളിച്ചു വരുത്തി ബിഗ് ബോസ് പറഞ്ഞു ജിസേലിന് ആ ബാൻഡ് കൊണ്ട് യാതൊരുവിധ യൂസും ഇല്ല. ജിസേലിന്റെ പെട്ടിയും പ്രമാണവും ജിസേലിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്. ഒരു വമ്പൻ ട്വിസ്റ്റ് ആയി പോയി. ജിസേല് പെട്ടെന്ന് വലിയ എക്സ്പ്രഷൻ മുഖത്ത് കാണിക്കുന്നില്ലെങ്കിൽ ജിസേൽ നല്ല വിഷമമായി. അങ്ങനെ ജിസേലിന്റെ ബാൻഡ് അഭിക്ക് കൊടുക്കുകയാണ്, അഭിലാഷിന് കൊടുക്കുകയാണ്. അങ്ങനെ 3 പേർക്കാണ് ഇപ്പൊ സ്റ്റാർ ബാൻഡ് കിട്ടിയിരിക്കുന്നത്. അഭിലാഷ്, ആര്യൻ ആൻഡ് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് ആ ബാൻഡ് പോയിട്ട് ഇപ്പൊ ഷാനവാസിന്റെ കയ്യിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആര്യന്റെ കയ്യിൽ സ്റ്റിൽ സ്റ്റാർ ബാൻഡ് ഇരിക്കുകയാണ്. ഇതിന് ശേഷം നടന്നത് ഫുഡിന്റെ പേരിൽ സരിക ഒരു തീപ്പൊരി ഇടുന്നു. അത് അവിടെ ഒരു കത്തുന്നുണ്ട്. വേറൊന്നുമല്ല, ഇവർക്ക് ഒരു ഫുഡ്, ഹൗസ് മേറ്റ്സിന് ഒരു ഫുഡ് കൊടുത്തിട്ട് വേറെ ആലു പറാത്ത എന്തോ ഈ കിച്ചണിലുള്ള കിച്ചൺ സ്റ്റാഫ്, അതായത് കിച്ചണിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാക്കി കഴിക്കുന്ന അതിന്റെ പേരിൽ സരിക അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പാനി ഏറ്റുപിടിക്കുന്നുണ്ട്. അനീഷിനെ ചീത്ത വിളിക്കാനുള്ള എല്ലാ സാഹചര്യവും അപ്പാനി മുതലാക്കുന്നുള്ളത് കൊണ്ട് അപ്പാനി പോയിട്ട് ഭയങ്കരമായിട്ട് അനീഷിന് നേരെ ഷൗട്ട് ചെയ്യാണ്. പക്ഷെ അനീഷ് എന്താണെന്ന് അറിയില്ല, ഭയങ്കര പീസ്ഫുൾ ആയിട്ട് അനീഷ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് തെറ്റാണ് അംഗീകരിക്കുന്നു എന്ന് അനീഷും പറയുകയാണ്. ഇതിന് ശേഷം നടന്ന എന്താന്ന് വെച്ചാൽ ജിസേലിന്റെ ടോക്കാണ്. അയ്യോ ഇന്ന് ഫുള്ളും മിക്കതും ജിസേലിനെ പറ്റിയിട്ടുള്ള ടോക്കാണ്. ഈ അനുമോൾ ജിസേലിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ജിസേലിന്റെ ആ ഒരു ബെഡിന് താഴെ കബോർഡ് അടയ്ക്കുന്നുണ്ട് അനുമോൾ. ഇത് കണ്ടോണമെന്ന് ജിസേൽ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവള് കള്ളിയാണെന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. നീ ബിഗ് ബോസിന്റെ ആരാന്നൊക്കെ ജിസേൽ ചോദിക്കുമ്പോൾ ഞാൻ ബിഗ് ബോസിന്റെ മാമി എന്നൊക്കെ പറയുന്നുണ്ട് അനുമോള്. പിന്നീട് അനുമോൾ ശൈത്യയുടെ അടുത്ത് പോയി കരയുന്നതും കണ്ടു. പിന്നെ അതുപോലെ തന്നെ അനുമോള് പറഞ്ഞൊരു കേസിൽ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആണുങ്ങൾ പോലും ജിസേലിന് നേരെ മിണ്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അവിടെ ഇപ്പൊ ഗേൾസിൽ ആകെ ഇത്തിരി കോണ്ടന്റ് ചെയ്യുന്നത് ജിസേൽ അനുമോളാണ്. ഇറങ്ങി കളിക്കുന്നത് ജിസേൽ അനുമോളാണ്. ജിസേലും അനുമോളിനെ മാത്രമേ എടുത്ത് കാണിക്കുന്നുള്ളൂ, വേറെ ആരെ എടുത്ത് കാണിക്കുന്നുമില്ല. സീരിയസ്ലി അവിടെ നടക്കുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ രേണുവിൻ്റെ ഒരു കണ്ടന്റ് രേണു പിന്നെ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ രേണുവിനെ കാണാനില്ല. ആക്ച്വലി റെന ഇത്തിരി നന്നായിട്ട് കളിച്ചുകൊണ്ട് വന്ന ഒരു ഗെയിമറായിരുന്നു. പക്ഷെ റെനയും ഇപ്പം എന്താ അവിടെ കാണാനേ ഇല്ല, വാനിഷ് ആയിട്ടിരിക്കുകയാണ്. റെനയുടെ ഒരു കോണ്ടന്റ് കാണാനും ഇല്ല. പിന്നീട് നമ്മളെ കളിയിറങ്ങി ടാസ്ക് നടക്കുകയാണ്. അതായത്
ഇവിടെയുള്ള 6 പേര്, ഈ മിഡ് വീക്ക് എവിക്ഷനിലുള്ള 6 പേരായിരിക്കും ജഡ്ജസ്. ഇവർ എടുത്ത ഹെൽപ്പേഴ്സ് ആയിരിക്കും കളിയരങ്ങിൽ പെർഫോം ചെയ്യേണ്ടത്. ബിഗ് ബോസ് ലിസ്റ്റ് പാട്ട് കൊടുത്തിട്ട് ആ പാട്ട് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പെർഫോം ചെയ്യാം എന്ന് ബിഗ് ബോസ് പറയാണ്. അങ്ങനെ ഓരോരുത്തരും ടീം വൈസ് ആയിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കളിയിറങ്ങി ടാസ്ക് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു സ്റ്റേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അവിടെ നടക്കുകയാണ്. അപ്പം ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത് അക്ബറും അനുമോളും, പിന്നീട് നെവിൻ, ഷാനവാസ്, ഷൈത്യ നോറ, ആര്യൻ ജിസേൽ, ബിന്നി അപ്പാനി, അഭി ബിൻസി. ഇവർ ഇങ്ങനെ ഒരു ക്രമത്തിലാണ് അവരുടെ ടാസ്ക് നടക്കുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ ഒരു ടാസ്കിൽ? കാരണം ടു മീ പേഴ്സണലി എനിക്ക് ആര്യൻ്റെയും ജിസേലിൻ്റെയും ആ ഒരു പെർഫോമൻസ് ഭയങ്കര ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തത്. സീരിയസ്ലി ഭയങ്കര ക്രിഞ്ചായിരുന്നു. എന്താണെന്നറിയില്ല, ഒരു ലോജിക്ക് ഇല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. അത് മാത്രമല്ല, ഇത്തിരി നന്നായിട്ട് പെർഫോം ചെയ്ത അനീഷിന്റെ ടീമും റെനയുടെ ടീമുമാണ്. അനീഷിന്റെ ടീം നമ്മുടെ ശൈത്യയും നോറയും. ശൈത്യയാണെങ്കിൽ കലാകാരിയാണ്. ശൈത്യ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അതും പോരാനായിട്ട് അപ്പാനിയും നമ്മുടെ ബിന്നിയും കൂടെ വന്നിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അതായത് ഈ റെനേനെ ഒനീൽ സെർലാക്കെന്ന് വിളിച്ചതും വച്ച് കോണ്ടന്റ്, പാട്ട്, ഡാൻസ് എല്ലാം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അക്ബറും അനുമോളും നെവിനും ഷാനവാസും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഷാനവാസ് രേണുവിനെ ഇമിറ്റേറ്റ് ചെയ്തൊക്കെ നന്നായിരുന്നു. അങ്ങനെ ഈ വിധി പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഈ 6 പേരോട് പറഞ്ഞു. അവിടെ തുടങ്ങി ഇവർ തമ്മിലുള്ള വാക്കേറ്റം. ഈ ഒനീലും സരികയൊന്നും വിട്ടുകൊടുക്കുന്നില്ല. ശാരിക അവിടെ എവിടെയും ചവിട്ടി നിൽക്കുകയാണ്. പിന്നെ രേണു ആണെങ്കിൽ മിണ്ടുന്നുമില്ല. അനീഷും റെനയും അവരുടെ ടീമിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് തന്നെ നിലപാട് പറയാണ്. ശരിക്കും ഇന്ന് അനീഷും റെനയും പറഞ്ഞതിൽ 100% ന്യായം. കാരണം അവരുടെ ടീം നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് മാത്രമല്ല, നല്ല പെർഫോമൻസും ആയിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ ഒനീൽ അവിടെ കയറി കളിച്ചെന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് അക്ബറിനും അനുമോളിനും ആണ് കൊടുത്തത്. കുഴപ്പമില്ല, ഓക്കെ. നെവിനും ഷാനവാസും ഇവരെ രണ്ടുപേരും വെച്ച് ഈ 2 ടീമിനെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ നല്ല പെർഫോമൻസ് അല്ലെങ്കിലും പോട്ടെ, കുഴപ്പമില്ല. എന്നാലും ഈ ജിസയിലും ആര്യനും എങ്ങനെയാണ് തേർഡ് വരുന്നത്? ഒനീലിന്റെ ടീം എങ്ങനെയാണ് തേർഡ് വരുന്നത്? എനിക്കറിയണ്ട. ഇന്ന് അനീഷിനെ മിണ്ടാണ്ടാക്കി കളഞ്ഞു. എന്നിട്ടും റെന അവിടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, റെനയുടെ ടീം 4th എങ്കിലും വന്നത്. ശാരികയുടെ ടീമിനെ ബിഗ് ബോസ് ഡിസ്ക്വാളിഫൈ ചെയ്തു. കാരണം എന്താന്ന് വെച്ചാൽ ശാരികയുടെ ടീം ബിഗ് ബോസ് കൊടുത്ത പാട്ടല്ലാതെ വേറെ ഒരു മാർഗം കളി പാട്ട് ബിൻസി പാടിയെന്നും പറഞ്ഞിട്ട് ബിഗ് ബോസ് ശാരികയുടെ ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആര്യന്റെ ടീമിന് കൊടുത്തതെന്ന് അറിയണ്ട. അത് ഒനീല് കളിച്ച കളിയാണ്. എന്നിട്ട് റെന ഫൈറ്റ് ചെയ്ത് റെനയുടെ ടീമിന് 4th എങ്കിലും റെന വാങ്ങി. ശരി, അതിനിടയ്ക്ക് അനീഷ് സംസാരിക്കുക, റെന കൊഞ്ഞണം കുത്തുന്നതൊക്കെ ഇത്തിരി ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അങ്ങനെ ലാസ്റ്റ് വിധി പ്രസ്താവിക്കുകയാണ്. ഫസ്റ്റ് അനുമോൾ അക്ബർ, സെക്കൻഡ് നെവിൻ, ഷാനവാസ്, തേർഡ് ആര്യൻ ജിസേൽ. എന്തിനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ 4th വരുന്നത് നമ്മുടെ ഷൈത്യയും നോറയും, 5th ബിന്നി അപ്പാനിയും, അഭിലാഷും ബിൻസിയും ഡിസ്ക്വാളിഫൈഡ് ആയി. എന്നിട്ട് ഇതിന്റെ പേരിലൊക്കെ ടോക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പാനിയും അഭിലാഷും അവരൊക്കെ ടോക്ക് നടക്കുന്നുണ്ട്. അനീഷും ആദിലയും നോറയും നമ്മുടെ ശൈത്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ശൈത്യ പോയിട്ട് കരയുന്നുണ്ട്, അനീഷ് പോയിട്ട് അത് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആര്യൻ്റെ എന്തോ ഫേസ് വാഷോ എന്തോ ജിസേൽ യൂസ് ചെയ്തെന്നും പറഞ്ഞിട്ട് അനുമോള് പോയിട്ട് ബാത്റൂമിനടുത്ത ക്യാമറയിൽ ഇത് ജിസേൽ യൂസ് ചെയ്തു, ആര്യൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കാതെ എടുത്തു എന്ന് പറയുന്നുണ്ട്. എനിക്കതിൽ ആര്യൻ കൊടുത്തതാണ്, ജിസേൽ എടുത്തതെന്നുമല്ല. അങ്ങനെ ആര്യൻ്റെ അടുത്ത് പോയി അനുമോള് ചോദിക്കുന്നുണ്ട്. ആര്യൻ ഒരുമാതിരി അവിടെയില്ല ഇവിടെയില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചാടി നടക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ജിസേൽ കൊള്ളുന്നുണ്ട്. അത്യാവശ്യം ജിസേൽ ഇത്തിരി തെറിക്കുന്നുണ്ട്, അത് തെറിച്ച് തുടിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അനുമോളെ സൈക്കോ എന്ന് വിളിച്ചു. എഫ് വെച്ചുള്ള ആ ഇംഗ്ലീഷ് വേർഡും, അതായത് ആ ഒരു തെറിയും അനുമോളെ വിളിച്ചു. പക്ഷെ അനുമോള് കേട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയാണ് അനുമോളെ. എന്തോ എഫ് വെച്ചിട്ട് സൈക്കോ എന്നൊക്കെ അനുമോളെ വിളിച്ചിരുന്നു. ജിസേൽ മിക്കവാറും ആരുടെയും ചോദിക്കേണ്ടതാണ്, അനുമോള് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ അനുമോള് പിന്നെയും സ്ട്രോങ്. ശരിക്കും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജിസേൽ അനുമോള് മാത്രമേ അവിടെ ഗേൾസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എന്തെങ്കിലും കോണ്ടന്റ് കൊടുക്കുന്നുള്ളൂ സത്യത്തിൽ. അങ്ങനെ ആണുങ്ങളൊക്കെ പെൺകോന്തന്മാരാണെന്നും അനുമോൾ അവിടെ പറയുന്നുണ്ട്. ഉള്ള കാര്യമാണ്. ഗേൾസിന് അവരെ പേടിയാണ്, ആണുങ്ങളെല്ലാം പെൺകോന്തന്മാരാണെന്നാണ് അനുമോൾ പറയുന്നത്. ശരിക്കും ഉള്ള കാര്യം തന്നെയാണ്. കാരണം ആരും മിണ്ടുന്നില്ല ജിസേലിന് അഗെയിൻസ്റ്റ് ആയിട്ട്.
സീരിയസ്ലി ആരും മിണ്ടുന്നില്ല. അനുമോള് മുന്നിട്ട് നിൽക്കും, ആദില നൂറയും പിന്നെയും നിൽക്കും, അതുപോലെ തന്നെ ബിൻസിയും ഒക്കെ ശാരികയൊക്കെ പിന്നെയും നിൽക്കും. ശാരിക അവിടെ എവിടെയും തൊട്ടൊക്കെ നിൽക്കും, വിശ്വസിക്കാൻ പറ്റൂല. ശരിക്കും മുന്നിൽ നിൽക്കുന്നത് അനുമോളാണ് ജിസേലിന് എഗെയിൻസ്റ്റ് ആയിട്ട്. പക്ഷെ നല്ലതാണ്, ജിസേലിന് പേടി ഉണ്ടെങ്കിൽ അനുമോൾക്ക് പേടിയില്ലെങ്കിൽ ജിസേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് അനുമോൾ നിൽക്കുകയാണെങ്കിൽ നല്ല കാര്യമില്ലേ, നല്ലൊരു ഗെയിം ആയിരിക്കൂലേ, നല്ലതാണ്. അങ്ങനെയെങ്കിലും കോണ്ടന്റ് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ ലാസ്റ്റ് ടാസ്ക് നടക്കുകയാണ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ടാസ്ക് നടക്കുകയാണ്. അത് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടിയ പോയിന്റ്സ് എല്ലാം ഒരു ബൗളിൽ സ്റ്റോൺ പോയിന്റ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ബസറും കാണും. അപ്പം ബിഗ് ബോസ് ബസർ ശബ്ദം കേൾപ്പിക്കുമ്പം ഈ ബസർ ബട്ടൺ പോയിട്ട് പ്രസ് ചെയ്യണം. അങ്ങനെ ആദ്യം ആ ബസർ ബട്ടൺ പ്രസ് ചെയ്യുന്നത് അനീഷാണ്. അനീഷ് വന്നിട്ട് ബസർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അനീഷ് ഒനീലിനെ ടാർഗറ്റ് ചെയ്ത്, അത് മാത്രമല്ല ഒനീലിനെ ഇത് എടുക്കാനാണ് എളുപ്പം, സൈഡിലാണ് കുറച്ച് ഓടിച്ചെന്ന് എടുക്കാൻ പറ്റും. 7 സെക്കൻഡിനുള്ളിൽ കോയിൻ എടുക്കണം എന്നുണ്ട്. അങ്ങനെ ഒനീലിൻ്റെ കോയിൻ എടുത്തു. പക്ഷെ ഒനീൽ സഹിക്കുന്നില്ല. ഒനീൽ അത് ഫൗളാണ്, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ബിഗ് ബോസ് മൈൻഡ് ചെയ്യുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. വാലിഡ് ആണെന്ന് ബിഗ് ബോസ് പറയുകയാണ്. അങ്ങനെ ഫസ്റ്റ് ഒനീൽ 9 പോയിന്റ്സ് അനീഷ് എടുക്കുകയാണ്. അങ്ങനെ 15 പോയിന്റുമായിട്ട് അനീഷ് ഫസ്റ്റ് വന്നു. ആൻഡ് ഒനീൽ സെക്കൻഡ് പിന്നെയും സെയിം ആണ് ആവർത്തിക്കുന്നത്. അനീഷ് ഫസ്റ്റ് ബസർ അടിക്കുന്നു, ഒനീലിന് 2 പോയിന്റ്സ് അനീഷ് എടുക്കുന്നുണ്ട്. ടാസ്ക് അവിടെ എൻജോയ് ചെയ്യുന്നു. അനീഷ് പിന്നിൽ വരുന്നു, അനീഷ് മുന്നിൽ വരുന്നു, ഒനീൽ പിന്നിൽ വരുന്നു. ശാരികയും ഒനീലും ഡെഡ് സോണിലേക്ക് മിഡ് വീക്ക് സസ്പെൻഡഡ് ആയിട്ട് ഡെഡ് സോണിലേക്ക് യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഒനീൽ പോവേണ്ട ആളല്ല, എന്തിനാണ് പോയത്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത്, അങ്ങനെയൊക്കെ പറഞ്ഞ ടോക്ക് നടക്കുന്നുണ്ട്. പിന്നെ ആരെയും പറയുന്നുണ്ട്, ഒരു ഗെയിം പ്ലാൻ ഹെൽപ്പ് അനീഷ് ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ അനീഷിനോട് കാര്യം പറയാൻ പോയപ്പം എനിക്കറിയാം എൻ്റെ ഗെയിം എങ്ങനെ കളിക്കണം എന്ന് അനീഷ് തിരിഞ്ഞ് റിപ്ലൈ ഒക്കെ കൊടുത്ത്, അങ്ങനെ ആര്യൻ ഉള്ള രീതിക്ക് അയ്യേന്നായിപ്പോയി എന്നൊക്കെ ആര്യം പറയുന്നുണ്ട്. ഇനി ഒരു സഹായവും ഇവൻ്റെ മുഖത്തോലും ഞാൻ നോക്കൂല എന്ന് ആര്യം പറയുന്നുണ്ട്. എന്നിട്ട് കിച്ചണിൽ പോയിട്ട് അനീഷിനെ മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ട്. പിന്നെ അവിടെ അപ്പാനിയും ആര്യനും അക്ബറും കൂടെ പറയുന്നുണ്ട്, നിനക്ക് സഹായിക്കാൻ ഒരു യോഗ്യതയില്ല, ഇത്രയും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹായിച്ചിട്ടും നിനക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ സംസാരിച്ചത്, നിനക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഗെയിം കളിച്ചൊരു ടാസ്ക് ചെയ്ത്, എന്നിട്ട് അതിനൊരു നന്ദിയുണ്ടോ? നന്ദി കാണിക്കുമ്പോഴാണ് മനുഷ്യത്വം ഉണ്ടാവുന്നത്. ഇന്നലെ അക്ബർ ചീത്ത വിളിച്ച ആളാണ് ഒനീൽ. എന്നിട്ട് ഒനീൽ വേണ്ടി അക്ബർ മരിച്ച് പണിയെടുത്തു എന്നൊക്കെ അങ്ങനെ അവർക്ക് പോയിന്റ് ഉണ്ടാക്കി കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പാനി പറയുന്നുണ്ട്. അപ്പാനി അനീഷിനെ വിടുന്നേ ഇല്ല, കാരണം അപ്പാനിയുടെ മെയിൻ കോണ്ടന്റ് അനീഷാണ്. അനീഷ് പോയാൽ തീർന്നു. ഇത് കഴിഞ്ഞിട്ട് അനുമോളും ശൈത്യയും പിന്നെയും അവിടെ സംസാരം നടക്കുകയാണ്. പക്ഷെ അവർ സംസാരിക്കുന്നത് ഒനീലിനെയും ശാരികയും എവിക്റ്റ് ആയതിനെ പറ്റിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. ശരിക്കും പോവേണ്ട രേണു ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രേണുവിന് ലക്കാണ് ആക്ച്വലി. ഒരു നേരെയുള്ള ഗെയിമാണെങ്കിൽ രേണു ശാരികയായിരിക്കും പോവേണ്ടിയിരുന്നത്. പക്ഷെ രേണുവിന് ലക്കാണ്, സീരിയസ്ലി. രേണു എങ്ങനെയാണ് അവിടെ നിന്ന് പോയത്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ അപ്പാനി, അക്ബർ, ബിൻസി ഇവരെല്ലാവരും കൂടെ ഒരു ടോക്കാണ്. അക്ബർ പറയുന്നത് എൻ്റെ പേരെല്ലാം പോയി, നല്ല പേരെല്ലാം പോയി, മോശം പേരായി കാണും. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ അപ്പാനിയും പറയുന്നുണ്ട് എൻ്റെ പേരും നന്നായിട്ട് പോയിട്ടുണ്ടായിരിക്കും. ബിന്നിയും പറയുന്നുണ്ട്, അയ്യോ ആൾക്കാർ പ്രതീക്ഷയുടെ കയറ്റി വിട്ടാണ് എൻ്റെ പേരും പോയി കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, അപ്പാനി വില്ലനെങ്കിൽ അനീഷ് ഹീറോ, അനീഷ് വില്ലനെങ്കിൽ അപ്പാനി ഹീറോ, അങ്ങനെ ആയിരിക്കും ഇപ്പോൾ പുറത്തുനിന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ അറിഞ്ഞോണ്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ? എന്തായാലും കൊള്ളാം. അങ്ങനെ പിന്നെയും കിച്ചൺ ഡിസ്കഷനിൽ പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, നമ്മൾ ആര്യനുമായിട്ടുള്ള ആ ഒരു ടോക്ക്. ആര്യനെല്ലാം അനീഷിനെ അടുത്ത് ഇവരെല്ലാവരും തെറിക്കുന്നുണ്ട്. ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നിനക്കില്ല, നിന്നോട് കാണിക്കേണ്ട കാര്യം അപ്പാനിയൊക്കെ അപ്പാനിയും അക്ബറും ആര്യനൊക്കെ അനീഷിനോട് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം അപ്പാനി പോയിട്ട് അനിമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഗേൾസിൻ്റെ അടുത്ത് പറയേണ്ടത്, അനിമോൾ ചതിക്കും, ഇന്നലെ അനീഷിനെ ചീത്ത വിളിച്ചവള് ഇന്ന് അനീഷ് ജയിക്കണം എന്ന് പറഞ്ഞ് അനീഷിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്, ഇവൾ അനിമോൾ ചതിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോൾ വേണേലും ഗെയിം പ്ലാൻ മാറ്റാമല്ലോ, അത് ഗെയിമിൻ്റെ ഒരു ഇതല്ലേ. അങ്ങനെ അനിമോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അനിമോൾക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അനിമോൾ ഇറങ്ങി ഗെയിം കളിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് കഥ പറയൽ ടാസ്ക്കാണ്. ബിൻസിയുടെ സ്റ്റോറി പറയുന്നുണ്ട്, ആദിലയുടെ സ്റ്റോറിയും പറയുന്നുണ്ട്. അതൊക്കെ കൂടുതൽ നമുക്ക് BB+ലാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ അനീഷ് ലാസ്റ്റ് ലൈറ്റ്സ് ഓഫ് ആവുകയാണ്. അനീഷിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ അപ്പാനി, ചീത്ത വിളിക്കുന്ന അപ്പാനി, അതുപോലെ തന്നെ അക്ബർ,
റന, ബിൻസി ഇവരെല്ലാവരും കൂടെ അനീഷിന് ഈ സോങ് ഞങ്ങൾ അനീഷിന് ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കുക്ക് ചെയ്തുകൊണ്ട് പാട്ടൊക്കെ പാടുന്ന അവിടെയാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശരിക്കും ഒനിയിൽ പോയതിനോട് പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ശരിക്കും ഒനിയിലും ഒരു കോണ്ടന്റ് കൊടുക്കുന്ന അനീഷിനേക്കാൾ ഭേദമായിരുന്നു കോണ്ടന്റ് ഇല്ലാത്ത ഒനിയിൽ നിന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ഒനിയിൽ അവിടെ ഒരു ഗെയിമും കളിച്ചിട്ടില്ല. പുള്ളി ഒരു ലവ് കോംബോ ജിസയിലൂടെ ഒരു കോംബോ പിടിക്കാനാണ് നോക്കിയത്. പക്ഷെ പാളിപ്പോ ഇനി തിരിച്ചു വരോ ഇല്ലയോ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. എനിവേ ഇന്ന് സംഭവ ബഹുലമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. ബിഗ് ബോസ് ആണ് ഇപ്പോൾ ഇറങ്ങി ഗെയിം കളിക്കുന്നുണ്ട്. ബിഗ് ബോസ് മാത്രമാണ് ഇപ്പോൾ ഇറങ്ങി ഗെയിം കളിക്കുന്നത് ശരിക്കും. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റുകൾ വരുന്നില്ല. ആ ടാസ്കുകൾ നോക്കണോടാ. ടാസ്കുകളൊക്കെ എന്ത് ക്വാളിറ്റിയുള്ള ടാസ്കുകളാ. ശരിക്കും എനിക്ക് ഈ ടാസ്കുകളൊക്കെ ഭയങ്കരമായിട്ട് നല്ല ടാസ്കുകൾ. ഞാൻ സീസൺ 4-ന് ശേഷം ഇത്രയും നല്ലൊരു ടാസ്ക് കണ്ടിട്ടില്ല. ഇത്രയും നല്ല ടാസ്കുകളുടെ ഒരു സീരീസ് ഞാൻ കണ്ടിട്ടില്ല. സീസൺ 5 ആ മാണിക്കൊക്കെ ഒരു ടാസ്ക് അത് മാത്രമേ സീസൺ 5 നല്ല ടാസ്ക് ആയിട്ട് ഉണ്ടായിരുന്നു. വേറെ ഒന്നും കൊള്ളൂലായിരുന്നു. അതൊക്കെ എന്ത് നല്ല ടാസ്കുകളാ. ശരിക്കും അങ്ങനെ ആ ഒരു നല്ല ക്വാളിറ്റി ലെവലിൽ ടാസ്ക് കൊണ്ടുവന്ന ഇത്തിരി അത്യാവശ്യം ട്വിസ്റ്റും 7-ന്റെ പണിയൊക്കെ കൊണ്ടുവന്ന ഈ സീസൺ നന്നായി പോകും. അങ്ങനെ എൻ്റെ റിവ്യൂ ഇന്നത്തെ ക്ലോസ് ചെയ്യാണ്. അപ്പം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്